നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ആക്ച്വലി റയൽ മാഡ്രിഡ് എവേ ഫോം ഈസ് ഷോക്കിംഗ്. വല്ലാത്ത ഒരു അവസ്ഥയിലാണ് റയൽ മാഡ്രിഡ് എവേ മത്സരങ്ങളിൽ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ നോക്കുക, ഇപ്പോൾ സമീപകാലത്ത് റയൽ മാഡ്രിഡ് കളിച്ച എവേ മത്സരങ്ങൾ ലിവർപൂളുമായിട്ട് UCL ഏകപക്ഷീയമായ ഒരു ഗോളിന് തോറ്റു. റയോ വയക്കാനോയുമായിട്ട് എവേ മത്സരത്തിൽ ഗോൾ രഹിത സമനില. എൽച്ചയുമായിട്ട് എവേ മത്സരത്തിൽ 2-2 സമനില. ഒളിമ്പിയാക്കോസുമായിട്ട് UCL എവേ മത്സരം 3-4 ജയിച്ചു കയറുന്നത്. ഗോളുകൾ തിരികെ വാങ്ങുന്നൊരു റയൽ മാഡ്രിഡ്, ചെറിയ ടീമിനോട് പോലും അങ്ങനെ ബുദ്ധിമുട്ടുന്ന റയൽ. അതിനുശേഷം ജിറോണയോടിത റയൽ മാഡ്രിഡ് 1-1 സമനില. തുടർച്ചയായി 3 മത്സരങ്ങളിൽ ലലീഗയിൽ സമനില. സോ റയൽ മാഡ്രിഡിൻ്റെ എവേ ഫോം വളരെ ഷോക്കിംഗ് ആണ്. സാബി അലോൺസയെ സംബന്ധിച്ചിടത്തോളം വലിയ രൂപത്തിൽ സമ്മർദ്ദമുണ്ട്. അദ്ദേഹം പുറത്താകുമോ എന്നുള്ള ചോദ്യം ഇപ്പോൾ ഇരുന്നുണ്ട്. അതേസമയം എൽ ചിരിങ്കിറ്റോ TVയുടെ ജോസഫ് പെഡ്രോൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് റയൽ മാഡ്രിഡ് ഇപ്പോൾ സാബി അലോൺസോയെ സാക്ക് ചെയ്യുന്നത് കൺസിഡർ ചെയ്യുന്നില്ല. സാബി തുടരും ഇപ്പോൾ ആസ് ഇറ്റ് സ്റ്റാൻഡ്സ് അങ്ങനെയാണ്. പക്ഷേ മറ്റു ചില റിപ്പോർട്ടുകൾ കൂടി നോക്കണം. പെപ്പെ ആൽവരസ് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം കൂടി നമ്മൾ നോക്കിയാണ്. അതിൽ പറയുന്നത് നെക്സ്റ്റ് ഫ്യൂ മാച്ചസ് വിൽ ബി ക്രൂഷ്യൽ ഫോർ റയൽ മാഡ്രിഡ്. കാരണം സാബി അലോൺസോ മുന്നോട്ട് പോകണമെങ്കിൽ വരുന്ന മത്സരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കിയേ പറ്റൂ. സാബി അലോൺസോയെ സാക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ സിനദിൻ സിദാൻ മാത്രമാണ് പ്രസിഡൻറ്റിൻ്റെ മുമ്പിൽ അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്യാനുള്ള ഒരേ ഒരു ഓപ്ഷൻ ഉള്ളത്. എന്തായാലും പ്രധാനപ്പെട്ട മീഡിയ ഔട്ട്ലെറ്റുകൾ ഇതിപ്പോൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ ഇത് മാഡ്രിഡ് ഇൻസൈഡറിൽ നിന്ന് തന്നെയാണ് ഈ വാർത്ത വരുന്നത് എന്ന കാര്യം കൂടി ഇപ്പോൾ ശ്രദ്ധേയമാണ്. ഏതായാലും അത് കഴിഞ്ഞ ദിവസങ്ങളിലും അങ്ങനെ ഉണ്ടായിരുന്നു. സിദാനാണ് ഇനിയിപ്പോൾ തിരികെ വരികയാണെങ്കിൽ സാധ്യതയുള്ളത് എന്ന്. ഏതായാലും നിലവിൽ സാബിയെ സാക്ക് ചെയ്യാനുള്ള തീരുമാനമൊന്നുമില്ല. പക്ഷേ വരുന്ന മത്സരങ്ങൾ വളരെ ക്രൂഷ്യലാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് എത്താം.